ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലൈവ് ഫോട്ടോ ക്യാപ്ചർ കൃത്യമായിട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്തത്, അതിന്റെ സൊല്യൂഷൻ എന്താണുള്ളത്, കൂടാതെ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഒരു ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലൈവ് ഫോട്ടോ ക്യാപ്ചറുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. കൂടാതെ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരും ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കുക. കാരണം ലൈവ് ഫോട്ടോ ക്യാപ്ചർ എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ്. ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ RRB ചോദിക്കുന്നത് ഒരു ലൈവ് ഫോട്ടോഗ്രാഫ് ആണ്. അതായത് നമ്മളുടെ തന്നെ ലാപ്ടോപ്പിന്റെയോ ഫോണിന്റെയോ ഒക്കെ വെബ് ക്യാം ഓൺ ആക്കിക്കൊണ്ട് ലൈവ് ആയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അത് ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷനിലോട്ട് സബ്മിറ്റ് ആവുകയാണ്. അതല്ലാതെ നമ്മൾ മുന്നേ എടുത്ത് വെച്ച ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയല്ല നിലവിലുള്ളത്. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷന്റെ ഇടയിൽ നമ്മുടെ ഫോട്ടോഗ്രാഫിന്റെ ഒരു സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ ഒരു വിൻഡോയുടെ അകത്ത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് സാമ്പിൾ ഫോട്ടോഗ്രാഫ് ആദ്യമേ തന്നെ നോക്കുക. അതായത് നിങ്ങൾക്ക് റിജക്റ്റ് ആവാൻ സാധ്യതയുള്ള സാമ്പിൾ ഫോട്ടോഗ്രാഫ് നോക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ക്രോസ് മാർക്ക് ഇട്ടിരിക്കുന്നതെല്ലാം റിജക്റ്റ് ആവാൻ സാധ്യതയുള്ള പോസുകളാണ്. കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ഫോട്ടോയുടെ പോസ് ഇരിക്കേണ്ടതെന്ന് അതിൽ ടിക്ക് മാർക്ക് ഇട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ ഫോളോ ചെയ്ത് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യത്തിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേത് നോൺ വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുക. അതായത് കറക്റ്റ് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് വരുന്ന, അതായത് വൈറ്റ് അല്ലാത്ത ഏത് കളർ ഡ്രസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ലൈവ് ഫോട്ടോ ക്യാപ്ചറിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കൂടാതെ നല്ല ലൈറ്റ് ഉള്ള ഒരു പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്കിലുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പൊസിഷൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റൂമിന്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ റൂമിന്റെ ഡോർ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ കറക്റ്റ് നമ്മുടെ വീടിന്റെ ആ ഒരു വാൾ ഉണ്ടാവില്ല, പ്ലെയിൻ വാൾ, ആ വാളിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ട് ലൈറ്റ് കൃത്യമായിട്ട് നമ്മുടെ ഫേസിലേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷനാണ്. ആ ഒരു പൊസിഷൻ ഫിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ ഫ്രണ്ട് ക്യാമറയിൽ തന്നെ ചെയ്യുക. കൂടാതെ അധികം അടുത്തേക്കോ അധികം ദൂരേക്കോ പോകാൻ നിൽക്കരുത്. കറക്റ്റ് ഒരു ഗ്യാപ്പ് വിടുക. ഒരുപാട് അടുത്തേക്കും പോകരുത്, ഒരുപാട് ദൂരത്തേക്കും പോകരുത്. കൃത്യമായിട്ടൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം നമ്മൾ സ്പെക്സ് വെക്കുന്ന ആളുകളെ കുറിച്ചാണ്. സ്പെക്സ് വെക്കുന്ന ആളുകൾ യാതൊരു കാരണവശാലും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാപ്പോ മാസ്കോ സ്പെക്സോ ഒന്നും വെക്കാനായിട്ട് പാടില്ല. ഇവിടെ ക്യാപ്പും മാസ്കും സ്പെക്സ് ഒന്നും ആരും വെക്കില്ല. സോറി, ക്യാപ്പും മാസ്കും ഒന്നും ആരും വെക്കില്ല. പക്ഷേ സ്പെക്സ് വെക്കുന്ന ഒരുപാട് പേര് ചില സമയത്ത് ഫോട്ടോ എടുക്കുമ്പോൾ അത് മാറ്റാനായിട്ട് മറന്നു പോകാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വേറൊരാളുടെ സഹായത്തോടു കൂടി ആണെങ്കിലും ശരി, നിങ്ങൾ സ്പെക്സ് മാറ്റിയിട്ട് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്പെക്സ് ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. ഒരുപാട് പേര് കമന്റ്സിൽ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ സ്പെക്സ് ഒഴിവാക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ക്യാപ്ചർ രീതിയുടെ പ്രോപ്പർ മെത്തേഡ് വർക്ക് ആവുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും. അതായത് 5 മിനിറ്റിനുള്ളിൽ മാക്സിമം 3 തവണ മാത്രമേ നിങ്ങൾക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് കൊടുക്കുന്നു, നിങ്ങൾക്ക് അപ്ലോഡ് ആവുന്നില്ല, അതല്ലെങ്കിൽ സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ മാക്സിമം 3 തവണയേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അടുത്ത 3 ട്രൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു 5 മിനിറ്റിൽ മാക്സിമം 3 തവണ മാത്രമേ നമുക്ക് ഈ ഒരു ട്രൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്തിരിക്കാൻ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കാൻ പറയുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നുണ്ട്. കൂടാതെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5 മിനിറ്റിനിടയിൽ 3 തവണയിൽ കൂടുതൽ ശ്രമിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് ടൈം ഗ്യാപ്പിന്റെ ഇടയിൽ 3 തവണത്തെ കൂടുതൽ ശ്രമിക്കാൻ പാടില്ല. ക്രാഷ് ആക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലോഡ് ആവുന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇനി 5 മിനിറ്റ് കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല. ആ 5 മിനിറ്റ് ഗ്യാപ്പിന്റെ ഇടയിൽ ചടപടാന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും വീണ്ടും ശ്രമിക്കാതിരിക്കുക. മറ്റൊരു ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു സംഭവമായിരിക്കും അവിടെ തെളിഞ്ഞു വരിക. ഇതുപോലുള്ള ഒരു വിൻഡോ തെളിഞ്ഞു വരും. ഇവിടെ നമുക്ക് എന്താണ്, ഒരു റെഡ് ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ലൈനിലോട്ട് നമ്മുടെ ഫേസ് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റെഡ് ലൈനിലേക്ക് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഫേസ് അലൈൻ ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് ഫേസ് അലൈൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഗ്രീൻ കളർ രൂപത്തിൽ നമ്മുടെ ഫോട്ടോഗ്രാഫ് നല്ല പക്ക ക്ലിയർ ആയിട്ട് തെളിഞ്ഞു കാണും. അപ്പോൾ ഗ്രീൻ കളർ രൂപത്തിൽ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് നല്ല പക്കയായിട്ടും ക്ലിയർ ആയിട്ടും തെളിഞ്ഞു കാണും. ഓക്കെ, ഇങ്ങനെ തെളിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ സക്സസ് ആണ്. അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് പക്ക ക്ലിയർ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും സൈറ്റിൽ ക്യാപ്ചർ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ സേവ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പക്കയായിട്ട് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് യാതൊരു പേടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ഗ്രീൻ ലൈൻ വന്നിട്ടും ചിലർക്ക് ചില ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗ്രീൻ ലൈൻ വന്നതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സ് അവർക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് പ്ലീസ് അപ്ലോഡ് ആപ്ലിക്കന്റ് ഫോട്ടോഗ്രാഫ്. അതായത് നമുക്ക് ഈ ഗ്രീൻ ലൈൻ തെളിഞ്ഞു വന്നു,
അതിനുശേഷം വീണ്ടും ഇതുപോലൊരു കമാൻഡ് അല്ലെങ്കിൽ ഇതുപോലൊരു ഡയലോഗ് ബോക്സ് അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇത് സൈറ്റിന്റെ ഒരു ഇഷ്യൂ ആണ്, അതല്ലാതെ നിങ്ങളുടെ ഒരു ഇഷ്യൂ അല്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഇതുപോലെ ഗ്രീൻ ലൈൻ വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് പക്ക ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സേവ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ മതി. എന്നിട്ടും ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് സൈറ്റിന്റെ ഇഷ്യൂ ആണ്. ഒരുപാട് പേർക്ക് ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാത്രം ഇഷ്യൂ അല്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കിയാൽ മതി, അതായത് അപ്ലോഡ് ചെയ്ത് വീണ്ടും നോക്കിയാൽ മതി, ശരിയായിക്കോളും. അപ്പൊ അതും നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോ സക്സസ്ഫുൾ ആയിട്ട് ക്യാപ്ചർ ആകുന്നുണ്ട്, പക്ഷേ ഇതുപോലെ തന്നെ അപ്ലോഡ് ആയതായിട്ട് അവർ കൺഫർമേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഇതിന്റെ പ്രധാന റീസൺ സൈറ്റിന്റെ ഒരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക, അതല്ലാതെ നിങ്ങളുടെ പ്രോബ്ലമേ അല്ല. ഇത് കഴിഞ്ഞ NTPC പരീക്ഷയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലമാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തപ്പോൾ അവർ എക്സാമിന്റെ ഡേറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും അത് ഓർത്ത് പേടിക്കേണ്ട. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക, വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക, സംഭവം എന്തായാലും ശരിയാവും. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ചടപടയെന്ന് അപ്ലൈ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാനുള്ള പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു വെബ് ക്യാം, ഇപ്പൊ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ക്യാമറയൊക്കെ നല്ല വെബ് ക്യാം ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റി വെബ് ക്യാം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതല്ല നിങ്ങളുടെ ക്യാമറയ്ക്ക് ഇതിൽ ക്ലാരിറ്റി കുറവാണ്, പ്രോപ്പർ ആയിട്ടല്ല ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ഞാൻ പറയുകയാണെങ്കിൽ അക്ഷയ സെന്ററിലൊക്കെ പോയി അപ്ലൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഫോട്ടോസ് ഒക്കെ അവർ പക്കയായിട്ട് ക്ലാരിറ്റിയോട് കൂടി തന്നെ എടുത്തു തരും. അപ്പോൾ ആ ഒരു രീതിക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈവ് ക്യാപ്ചർ ഫോട്ടോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മക്കളെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെയ്യേണ്ട പരിപാടി എന്താ? നമുക്ക് പഠിച്ചു തുടങ്ങണം അല്ലേ? ഇപ്പോഴേ തന്നെ തുടങ്ങണം, മാക്സിമം നേരത്തെ തന്നെ തുടങ്ങിക്കോളണം. നമുക്ക് ആവശ്യത്തിലധികം സമയം നമ്മുടെ മുന്നിലുണ്ട്. സോ ഈ ഒരു അവസരം ആരും പാഴാക്കി കളയാനായിട്ട് പാടില്ല. നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, അതല്ലെങ്കിൽ പഠനം എങ്ങനെ തുടങ്ങണമെന്നോ, ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണമെന്നോ, പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണമെന്നോ തുടങ്ങി എന്ത് ഗൈഡൻസിനും നിങ്ങൾക്ക് നേരെ 8281223366 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കുക. അതല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഡയറക്റ്റ്ലി നിങ്ങൾ പറയുന്ന ഫാക്കൽറ്റീസുമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും തീർക്കാനും കൂടാതെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഗൈഡൻസ് തരാനും നമ്മളിവിടെ ഫുൾ ടൈം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കൂടാതെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി അശ്വ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുകയോ അതല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലായിട്ടുള്ള യൂട്യൂബും ടെലിഗ്രാമും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും വെച്ചിരിക്കുക. നിങ്ങൾക്ക് വേണ്ട സകല സാധനങ്ങളും അവിടെ ഉണ്ട്. ഇപ്പോൾ ടെലിഗ്രാമിലാണെങ്കിൽ ഫ്രീ മെറ്റീരിയൽസ് ഉണ്ട്. കൂടാതെ നമുക്കിപ്പോൾ ഒരു ഡെയിലി കറണ്ട് അഫെയർ ലൈവ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് എല്ലാ വീക്കിലിയും എല്ലാ ദിവസവുമായിട്ട് നമുക്ക് ഗ്രൂപ്പ് ഡി, SSC, RRB, NTPC തുടങ്ങിയ സകല ബാച്ചസിന്റെയും ലൈവ് റെക്കോർഡർ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ മക്കളെ, നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളാം, നല്ല അടിപൊളിയായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോട്ടെ. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.